അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ഈ അടുത്തിടയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു ടേബിൾ സെറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്ന ഒരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഐസ്ക്രീം തീമിലാണ്. കേക്കിന്റെ ഡിസൈൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്തമായ ഒരു ധാരണയുള്ള കസ്റ്റമർ ആയിരുന്നു. പിന്നെ കുറച്ച് സജഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മുടെ ഐഡിയയ്ക്ക് കൂടി വാല്യൂ തന്നിട്ടുള്ള ഒരു കസ്റ്റമർ ആയിരുന്നു. പിന്നെ കുഞ്ഞിന്റെ ബർത്ത്ഡേ എത്രത്തോളം ഭംഗിയാക്കാവോ അത്രത്തോളം ഭംഗിയാക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു അമ്മ കൂടിയായിരുന്നു. പിന്നെ കേക്കിന് അല്പം രുചി കുറഞ്ഞാലും കേക്കിന്റെ ലുക്കിന്റെ കാര്യത്തിൽ പുറകോട്ട് പോരുതെന്ന് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് അങ്ങനെ പറയുന്നത്. സാധാരണ എല്ലാവർക്കും ടേസ്റ്റും ലുക്കും ഒരേപോലെ വേണമെന്ന് വാശിയുള്ളപ്പോൾ നമ്മുടെ കസ്റ്റമർ ഒരു വെറൈറ്റി ആയിട്ടാണ് ചിന്തിച്ചത്. കാരണം ഞാൻ കുറച്ച് കൺഫ്യൂഷൻസ്, നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഷെയർ ചെയ്തപ്പോഴാണ് ആൾ പറഞ്ഞത്, ചേച്ചി ഇച്ചിരി ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ലുക്കിലൊന്നും കുറവ് വരുത്താതിരുന്ന ആദ്യം. ആളുടെ അന്നത്തെ ഒരു ക്യൂരിയോസിറ്റി വെച്ചിട്ടായിരിക്കും ആൾ അങ്ങനെ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ടേസ്റ്റിലൊന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. ടേസ്റ്റിലും കോംപ്രമൈസ് വരുത്താതെ ലുക്കിലും കോംപ്രമൈസ് വരുത്താതെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. കാരണം നമ്മൾ ടേസ്റ്റ് ഒക്കെ ഓക്കെ ആക്കിയിട്ട് ലുക്കിൽ ശരിയായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഇതൊരു മെമ്മറി ആയിട്ട് ഇരിക്കുന്ന സാധനമാണ്. ടേസ്റ്റ് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ഒക്കെ മറക്കും. പക്ഷേ നമ്മുടെ ഈ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ കേക്കിന്റെ ലുക്കിൽ കോംപ്രമൈസ് വന്നു കഴിഞ്ഞാൽ കുറെ നാൾ കഴിഞ്ഞാൽ അവർ വിചാരിക്കും, അയ്യോ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ചിന്തിക്കാനിട വരും. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ശരിയാക്കാറുണ്ട്. പിന്നെ എപ്പോഴും അങ്ങനെ നടക്കണമെന്നില്ല, ചിലതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം കേക്കിലേക്കുള്ള കുറെ ഐസ്ക്രീംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതുപോലെ ഫോണ്ടന്റിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ട്രിപ്പിംഗ് ആയിട്ട് വരുന്ന ഒരു സാധനം ആ ഒരു മോൾഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു ഫോണ്ടന്റ് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുത്തേക്കുന്നത്. എപ്പോഴോ വാങ്ങിച്ച ഒരു മോൾഡാണ്. ഈ ഒരു കേക്കിന്റെ ഓർഡർ വന്നപ്പോഴാണ് എനിക്കത് യൂസ് ആയത്. ഞാൻ പക്ഷേ ഒരു പ്രാവശ്യം എപ്പോഴോ ചെയ്തിട്ടുമുണ്ട് ആ ഒരു മോൾഡ് യൂസ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ കുറെ ഫോണ്ടന്റ് ഐസ്ക്രീംസ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ട് നമുക്കിനി കേക്ക് സെറ്റ് ചെയ്യണം. അപ്പൊ 2.5 kg വരുന്ന ഒരു കേക്കായിരുന്നു. 2 ടയർ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 8 ഇഞ്ചിലും 5 ഇഞ്ചിലും ആയിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത്. 4 ലെയർ ആയിട്ടാണ് രണ്ടും ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തേക്കുന്നത്. ഒരു മൾട്ടി കളർ തീമിലാണ് കസ്റ്റമർ കേക്ക് പറഞ്ഞെങ്കിലും വളരെ ലൈറ്റ് ഷെയ്ഡിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിങ്ക്, പർപ്പിൾ, യെല്ലോ കളർ കോമ്പിനേഷനിലാണ് നമ്മൾ കേക്ക് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് പിങ്ക് ഒന്നും നോക്കിയാൽ ചിലപ്പോൾ കാണത്തു പോലും ഇല്ല, അത്രയ്ക്ക് ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്തേക്ക് ടോപ്പർ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേക്കും സെക്കൻഡ് ബർത്ത്ഡേക്കും ഉള്ള ടോപ്പർ ഒരുമിച്ചൊക്കെ ചെയ്തോന്ന് വിചാരിക്കരുത്. കാരണം ഒരു അബദ്ധം പറ്റിയതാണ്. നമുക്ക് സെക്കൻഡ് ബർത്ത്ഡേ ടോപ്പർ അല്ലായിരുന്നു വേണ്ടത്, മാറിപ്പോയി. ആദ്യം അങ്ങനെയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ ടോപ്പർ രണ്ടാമത് ചെയ്യിപ്പിച്ചാണ്. എൻ്റെ ഇത് വന്ന മിസ്റ്റേക്കാണ്. ഞാൻ പറഞ്ഞതിൽ വന്ന ഒരു അപാകത കാരണമാണ് അങ്ങനെ 2 ടോപ്പർ നമുക്ക് അടിക്കേണ്ടി വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണ്ടൻ ടോപ്പേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല സ്റ്റിക്കി ആയിരുന്നു. പിന്നെ അത് ഓവനകത്ത് വെച്ച് ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ കേക്കിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കേക്കിന്റെ കൂടെ ഡോനട്ടും ബോബ്സും സിക്കിൾസും കപ്പ് കേക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മൾട്ടി കളർ സ്പ്രിങ്കിൾസ് ഇട്ടിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. കേക്കിലും ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കേക്ക് ഡിസൈൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.